543 മണ്ഡലങ്ങളിൽ 5ഇടത്തെ ലീഡ് നില അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. NDA 5ലേക്ക് നമ്പർ ഉയർന്നിരിക്കുന്നു. ആദ്യ ഫല സൂചനകൾ, ആദ്യ വോട്ട് എങ്ങോട്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം NDA ക്യാമ്പിലേക്ക് എന്നതിന്റെ ഉത്തരമാണ് സ്ക്രീനുകളിൽ തെളിയുന്നത്. ആദ്യ കളങ്ങൾ, ആദ്യ അക്കങ്ങൾ, ഒരു തിരഞ്ഞെടുപ്പ്, ഒരു രാജ്യത്തിന്റെ ഗതി എങ്ങോട്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം 6 സീറ്റുകളിൽ NDA ലീഡ് ചെയ്തു തുടങ്ങുന്നു. ഇത് കേവല ഫലസൂചനകൾ മാത്രമാണ്. ആദ്യത്തെ പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നുള്ള ഫലസൂചനകൾ മാത്രമാണ്. 8:30 മാത്രമാണ് EVMകളിൽ നിന്നുള്ള കൗണ്ടുകൾ വരിക എന്ന് പ്രേക്ഷകരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. 7ഇടത്ത് NDA, 3ഇടത്ത് ഇന്ത്യ സഖ്യം. ആദ്യം 3ഇടങ്ങളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. 7-3 എന്നുള്ള നിലയിൽ NDA 7-3 ഇന്ത്യ എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ ഫലസൂചനകൾ മാത്രമാണ്, കേവലമായ ഫലസൂചനകൾ മാത്രമാണ്. പ്രേക്ഷകരെ അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയതിന്റെ ആദ്യഘട്ടത്തിലെ കേവല ഫല സൂചനകളാണ്. 10 മണ്ഡലങ്ങൾ, അതിൽ 7-3 ക്രമത്തിൽ NDA 7, ഇന്ത്യ സഖ്യം 3 എന്ന ക്രമത്തിലാണ് ഇപ്പോൾ ആദ്യ മിനിറ്റുകളിൽ, ആദ്യ സെക്കൻഡുകൾ എന്ന് പറയാം, തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളാണ്. NDA 7ഇടത്ത് തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ ലീഡ് ചെയ്യുന്നു. ഇന്ത്യ സഖ്യം 3ഇടത്ത് ലീഡ് ചെയ്യുകയാണ്. 7ഇടത്ത് NDA, 3ഇടത്ത് ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. കേരളത്തിലെ ഒരു സീറ്റിലെയും തിരുവനന്തപുരത്ത് ആദ്യ ലീഡ് നില വരുന്നു. UDF 789 വോട്ടിന് ലീഡ് ചെയ്യുന്നു. കേരളത്തിലെ ആദ്യ ലീഡ് നില മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തുവരികയാണ്. ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ 789 വോട്ടിന്. തൃശൂരിൽ LDF 800 വോട്ടിന്. ഒപ്പത്തിനൊപ്പം 1-1. ആദ്യത്തെ ഫലസൂചനകളിൽ 1 LDF 1 UDF എന്നുള്ളതാണ് കേരളത്തിലെ നില. തൃശൂരിൽ VS സുനിൽകുമാറും തിരുവനന്തപുരത്ത് ശശി തരൂരും ലീഡ് ചെയ്യുന്നു.